17 പെൺകുട്ടികളെ തുടർച്ചയായി പീഡനത്തിനിരയാക്കിയ ഒരു ആൾദൈവം ആഗ്രയുടെ ഹോട്ടലിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ടു. വളരെ ഒരു നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. സ്വാമി ചൈതന്യാനന്ദ സരസ്വതി, അല്ല സരസ്വതിയാണ് കേട്ടോ, അദ്ദേഹമാണ് ഇത്. 17 പെൺകുട്ടികളെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ വെച്ച് പീഡനത്തിനിരയാക്കിയ സംഭവത്തിലാണ് ഈ അറസ്റ്റ്. ചൈതന്യാനന്ദ സരസ്വതി കേട്ടോ, അദ്ദേഹമാണ്. ലൈംഗിക പീഡനത്തിന് പുറമെ ഇയാൾക്കെതിരെ തട്ടിപ്പേരും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സംഭവം എന്താണെന്നറിയോ, ഇയാളെ ഇന്ന് രാവിലെയാണ്, പുലർച്ചെയാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഡൽഹിയിലെ ഹോട്ടലിലാണ്. അവിടുന്ന് പിടിയായത്. ആഗ്രയിലെ ഹോട്ടലല്ല, ഡൽഹിയിലെ ഹോട്ടലാണ്. അവിടുന്ന് പിടിയിലായത്. ഇയാൾക്കെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുമായിട്ട് ഈ പെൺകുട്ടികൾ രംഗത്തെത്തിയായിരുന്നു നേരത്തെ. ഇപ്പം ഇയാൾ നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, മാനേജ്മെൻറ്റ്. അതായത് എൻ്റെ ഈ സ്വാമി ഡയറക്ടറായിരുന്നു അതിൻ്റെ സ്ഥാപനത്തിൻ്റെ. കുഞ്ചെന്ന് പറയുന്ന സ്ഥലത്ത്, കുഞ്ചിലെ ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ ഡയറക്ടർ ആയിരുന്നു ഈ സ്വാമി. അദ്ദേഹം ഈ വിദ്യാർത്ഥിനികളെ വശീകരിക്കുന്നതിന് അദ്ദേഹത്തിന് ചില പ്രത്യേക കഴിവുണ്ട് കേട്ടോ. അവിടെ ഈ വരുന്ന ഈ കുട്ടികളെയൊക്കെ, പെൺകുട്ടികളെ മുഴുവൻ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഇയാളാണ്. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴേ ഇയാൾ അഡ്മിഷന് വരുന്നവരെ അന്നേരമേ ഇയാൾ നോക്കി വെക്കും, പുള്ളി തൊട്ട് വെക്കും, ആരെയൊക്കെ വേണം എന്നുള്ളത് ഒന്ന് പുള്ളി തൊട്ട് വെക്കും. എന്നിട്ട് അയാൾ അവരെ വിളിപ്പിക്കും. അവരെ വിളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ സ്റ്റാഫ്, ഇയാളുടെ സ്റ്റാഫുണ്ട്. ഈ സ്റ്റാഫൊക്കെ ഇയാളുടെ മുൻ വിദ്യാർത്ഥിനികളാണ് അവിടുത്തെ മിക്കവാറും. കാരണം അവർക്കൊക്കെ ഇയാൾ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ളവരാണ്. ഇയാൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തതാണ് കേട്ടോ, ഇത് വെറുതെ ഒന്നുമല്ല. അവർക്ക് സൗജന്യ വിദേശ യാത്രകൾ ഓഫർ ചെയ്യും. അത് കൂടാതെ ഐഫോണ്, പിന്നെ ലാപ്ടോപ്പുകൾ, പിന്നെ കാറുകൾ പോലും നൽകിയിട്ടുണ്ട്. പിന്നെ ഇവർക്ക് എവിടെ യാത്ര ചെയ്യണമെങ്കിലും ഫ്രീ കാർ വിത്ത് ഡ്രൈവർ അത് കൊടുക്കും. അപ്പോൾ ഇവരെ ആ രീതിയിലാണ് ഇവരെ വശീകരിക്കുന്നത്. അപ്പോൾ ഈ പുതിയതായിട്ട് വിദ്യാർത്ഥിനികൾ ഈ കോളേജിൽ വരുമ്പോൾ അവരുടെ സെലക്ഷൻ പ്രക്രിയ ആരംഭിക്കുമ്പോൾ തന്നെ ഇയാൾ ഈ ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥിനികൾക്ക് ഉയർന്ന സ്കോർ ഇയാൾ കൊടുക്കും. എന്നിട്ട് അവരെ വിളിച്ച് വിദേശ ഇൻറ്റേൺഷിപ്പുകൾ വിദേശത്ത് അത് ഓഫർ ചെയ്യും. മികച്ച പ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്യും. ഇതെല്ലാം ചെയ്യും. എന്നിട്ട് അതാണ് വരുന്നത്. അപ്പോൾ ഇതിനെ നിരസിക്കുന്ന വിദ്യാർത്ഥിനികളുണ്ടല്ലോ, അവർക്ക് പിന്നെ അവരുടെ കാര്യം പോയാ എന്ന് പറഞ്ഞാൽ അവരെ ക്രൂരമായിട്ട് പിന്നെ വേട്ടയാടും. അതാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ വഴങ്ങാത്തവരെ 24 മണിക്കൂർ നിരീക്ഷിക്കാനായിട്ട് ആളുകളുണ്ടാവും. അവരെ ഉപദ്രവിക്കുകയും എന്തെങ്കിലും കാരണങ്ങളുണ്ടാക്കി കോളേജിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. അങ്ങനെ ഇവരെ വളരെയധികം ശല്യം ചെയ്യും. ഇതാണ് ഈ വിദ്യാർത്ഥിനികൾ പറയുന്നത്. ഇനി ഇതിൻ്റെ വിദ്യാർത്ഥിനികളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മുമ്പ് ഇയാളെ അറിയപ്പെട്ടിരുന്നത് ചൈതന്യാനന്ദ സരസ്വതി എന്നുള്ളത് ചൈതന്യാനന്ദ സരസ്വതി ഇപ്പോഴേ അറിയുന്നത്. പണ്ട് ഇയാളെ അറിയുന്നത് സ്വാമി പാർത്ഥസാരഥി എന്നായിരുന്നു കേട്ടോ. പിന്നെ അങ്ങ് പേരൊക്കെ മാറ്റി. ഇതൊക്കെ മാറ്റി അയാൾ നേരിട്ടാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തുന്നത്. അപ്പോൾ നേരിട്ട് സംസാരിക്കും പെൺകുട്ടികൾക്ക് അടുത്ത്. ഈ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യസ്തമായ ക്ലാസ്സുകളാണുള്ളത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ക്ലാസ്സിലോട്ട് പോവും. അവിടെ അദ്ദേഹം അവിടുന്ന് നേരിട്ട് വനിതാ വിദ്യാർത്ഥിനികളെയൊക്കെ നോക്കി കണ്ണെടുത്ത് റെഡിയാക്കി അദ്ദേഹം വെക്കും. എന്നിട്ട് എന്താണെന്നറിയോ, വനിതാ ജീവനക്കാരുണ്ട് അവിടെ, ഇയാളുടെ സ്വന്തമായിട്ടുള്ള ജീവനക്കാർ. ആ ജീവനക്കാർക്ക് പണ്ട് ഇതേപോലുള്ള ഫെസിലിറ്റിയൊക്കെ ഇയാൾ കൊടുത്തിരുന്നതാണ്. അവരിപ്പോഴും അയാൾ നന്ദിയുള്ളവനായിട്ടോ, നന്ദിയിട്ടവനൊന്നും അല്ല, വഞ്ചകനെന്നൊന്നും പറയാൻ ഒക്കത്തില്ല. കാരണം അയാൾ ഈ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ ലൈംഗികമായിട്ട് ഉള്ള അയാളുടെ ആസ്വാദനത്തിന് അവരെ ഉപയോഗിക്കും. അതിന് ഇഷ്ടം പോലെ പ്രതിഫലവും കൊടുക്കും. ഇതാണ് അയാൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നേരത്തെ ഉള്ള ഇതുപോലെ സ്റ്റാഫ്, ഈ വിദ്യാർത്ഥിനികളാണ് ഇയാളുടെ സ്റ്റാഫായിട്ട് വരുന്നത്. അവർ പതുക്കെ വന്ന് ഇത് നോക്കിയെടുത്തിട്ട് ഈ വിദ്യാർത്ഥിനികളെ ഇയാൾ പറഞ്ഞു കൊടുക്കുന്നവരെ, പുള്ളി തൊട്ട ആളുകളുണ്ട്, ഈ കാണിച്ചു കൊടുക്കുന്നവരെ, ഇയാൾ ചൂണ്ടിക്കൊടുക്കുന്നവരെ ഇവർ പോയി കാണും. ഈ വനിതാ ജീവനക്കാർ പോയി കണ്ടിട്ട് പറയും, ഈ സ്വാമിയെ ഓഫീസിലോ അയാളുടെ മുറിയിലോ ഒന്ന് കാണണം എന്ന് പറയും നിർബന്ധമായിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇയാൾ അനങ്ങാതെ ഈ പിള്ളേർ ഇതിന് ചതി മനസ്സിലാക്കുന്നില്ലല്ലോ. ഇവർ പതുക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ പുൽക്കൂട്ടിലാണ്. അതാണ് പ്രശ്നം ചിലർക്ക്. ബാക്കി പോകാത്തവരാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ കാര്യം വലിയ പ്രശ്നമാണ്.
ഈ വിദ്യാർത്ഥിനികളാണ് ഈ വനിതാ ജീവനക്കാരെല്ലാം. അവരെ ഒരു ഇവരെ മിക്കവരെയും വിദേശ യാത്രകൾക്ക് കൊണ്ടുപോയി വിദേശ ഇൻറ്റേൺഷിപ്പുകൾ നൽകി എന്നും ഇവരെ കൂടെ നിർത്തും. അതാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് പ്രശ്നമൊന്നും ഉണ്ടാവരുതല്ലോ. 2016 ആദ്യത്തെ പീഡന കേസ് ഇയാൾക്കെതിരെ വരുന്നത്. അപ്പോൾ പിന്നെ ഈ വിട്ടുവീഴ്ച ചെയ്യണം എന്ന് ഒന്ന് ആവശ്യപ്പെട്ടു ആ പെൺകുട്ടിയുടെ അടുത്ത്. അതിന് പകരമായിട്ട് സൗജന്യ വിദേശയാത്രയെ പറഞ്ഞു, ലാപ്ടോപ്പുകൾ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു, ഐഫോണും സമ്മാനം, ഡ്രൈവറുമായി ഉൾപ്പെടെയുള്ള കാർ ഇഷ്ടമുള്ളിടത്ത് ആഗ്രഹിക്കുന്നിടത്ത് യാത്ര നടത്താം, ഇതെല്ലാം പറഞ്ഞു. വിദേശത്ത് പ്ലേസ്മെൻറ്റിനായി മികച്ച പരിശീലനം, അതുപോലെ തന്നെ പരിധിയില്ലാത്ത ഷോപ്പിംഗ് യാത്രകൾ, ഇതൊക്കെ അയാൾ വാഗ്ദാനം ചെയ്തു. അത് നിരസിച്ചു ആ പെൺകുട്ടി. നിരസിച്ചോടെ എന്താണ്, അവളുടെ ഫോൺ പിടിച്ചു വാങ്ങി, ആ ഹോസ്റ്റലിൽ അതിനെ ഒറ്റപ്പെടുത്തി, മറ്റ് വിദ്യാർത്ഥികളുമായിട്ട് സംസാരിച്ചതിന് അവളെ ശകാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടെങ്കിലും ഈ ചൈതന്യാനന്ദ സരസ്വതിയുടെ കൂട്ടാളികൾ അവളെ വീട് വരെ പോയി കണ്ടുപിടിച്ചു, അവളെ വിരട്ടിയെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെയാണ് അവിടെ നടക്കുന്നത് പ്രശ്നം. ഏതായാലും അയാൾ ഇപ്പോൾ പിടിയിലായി കേട്ടോ. ഇതേപോലെ കുറേ കള്ളസ്വാമിമാരും ഇതേപോലെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവന്മാരും ഒക്കെ ഉണ്ട്. ഈ കുഞ്ഞുങ്ങളെ, പെൺകുട്ടികളെ ഇതുപോലെ പീഡിപ്പിക്കുന്നവന്മാർ. ഇവന്മാരെ, ഈ പീഡന വീരന്മാരെയൊക്കെ ഒറ്റപ്പെടുത്തണം ഈ സമൂഹം. അല്ലാതെ ഇവർ നോക്കൂ, ആത്മീയതയുടെ വേഷമെടുത്ത് അങ്ങനെ ഇയാൾ കാഷായ വസ്ത്രമാണ് ഇയാൾ അണിയുന്നത്. അതിൻ്റെ മഹത്വം അയാൾക്ക് തിരിച്ചറിയാൻ വയ്യാത്തതാണ്. നമുക്ക് വലിയ ആചാര്യന്മാരും സ്വാമിമാരും ഒക്കെ ഉപയോഗിക്കുന്ന ഈ വേഷമാണ് ഈ കാഷായ വസ്ത്രം. അതിൻ്റെ മാന്യതയെ കളങ്കപ്പെടുത്തുന്ന കുറേ എണ്ണമുണ്ട്. അതിൽ പെടുന്ന ഒരാളാണ് ഇത് എന്ന് ഇന്ന് മാധ്യമങ്ങൾ ഈ റിപ്പോർട്ട് കണ്ട് യഥാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇയാളുടെ മോഡസ് ഓപ്പറാൻഡി ഞാൻ കണ്ട് മനസ്സിലാക്കി. ഈ പറഞ്ഞൊന്നും എൻ്റെ നേരിട്ട വിവരങ്ങളല്ല, അയാളെക്കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന ന്യൂസാണ്. ഏതായാലും ഞാനത് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ന്യൂസ്. കാരണം ഇങ്ങനൊരു ന്യൂസിൽ നിന്നാണ് എനിക്കിത് മനസ്സിലായെന്ന്. അല്ലാതെ നമുക്ക് വിവരം നേരിട്ട് കിട്ടത്തില്ലല്ലോ. പക്ഷേ ആ വിദ്യാർത്ഥിനികളുടെ ആ കരച്ചിൽ അത് നമ്മൾ കാണേണ്ടതാണ് കേട്ടോ. വഞ്ചിക്കപ്പെട്ട, പീഡിപ്പിക്കപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥിനികളുണ്ട്. അത് അബദ്ധം പറ്റി ഈ പുരുക്കൂട്ടി ചെന്ന് പെടുന്ന ആളുകളുണ്ട്. ഈ വനിതാ ജീവനക്കാർ വന്ന് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യും. സ്വാമി അദ്ദേഹത്തിൻ്റെ മുറിയിലൊന്ന് കാണണം, അല്ലെങ്കിൽ പിന്നെ ഓഫീസിലൊന്ന് കാണണം എന്ന് പറയും. ഈ വിദ്യാർത്ഥിനികൾ അത് അറിയാൻ വയ്യാതെ ഇത് ചെന്ന് വീഴുന്നുണ്ടെങ്കിൽ ഇയാൾ ഈ വലിയ ഓഫർ കൊടുക്കും. അപ്പോൾ ആദ്യമൊന്നും ഇത് മനസ്സിലാവാതെ, നിനക്ക് ഞാൻ വിദേശയാത്രകൾ താല്പര്യപ്പെടുത്തി തരും കേട്ടോ, അതെ നീ കൊള്ളാം മിടുക്കിയാണ്, ഇതുള്ള രീതിയിൽ ഇങ്ങോട്ട് എടുക്കും. ആദ്യത്തെ ദിവസമൊന്നും പീഡനമില്ല. പക്ഷേ ഇതങ്ങോട്ട് ഓഫർ ചെയ്തിട്ട് വീണ്ടും കാണാൻ തുടങ്ങുമ്പോൾ മുതൽ ഈ കാര്യങ്ങൾ തുടങ്ങും. അതാണ് ഈയിടെ മോഡസ് ഓപ്പറാൻഡി. ഏതായാലും 17 വിദ്യാർത്ഥിനികളുടെ വിവരങ്ങളെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളൂ. ഇത് പറയപ്പെടുന്നത് 17 വിദ്യാർത്ഥിനികളൊന്നും അല്ല, അതിലും ധാരാളം ഉണ്ടെന്നുള്ളതാണ്. കാരണം കുറേ ആളുകൾ അയാളുടെ കൂടെ ഉണ്ട്. അതിന് പ്രശ്നമില്ല, കാരണം അവർക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അതിന് കുറ്റം പറയുന്നത്? പക്ഷേ എതിർക്കുന്ന പെൺകുട്ടികളെ ഇതിന് വശംവദരാക്കാൻ വേണ്ടി അയാൾ ഭീഷണിപ്പെടുത്തുകയും അവരെ ഒറ്റപ്പെടുത്തുകയും അവരെ ശകാരിക്കുക, ഒരുപാട് ഉപദ്രവിക്കുക, അതുകൂടാതെ അവരെ കോളേജിൽ നിന്ന് പുറത്താക്കും. ആ രീതിയിലൊക്കെ ചെയ്യുന്ന നടപടിയുണ്ട്. അങ്ങനെ വരുന്നതാണ് പ്രശ്നം. കാരണം അതിന് ഇഷ്ടമല്ലെങ്കിൽ, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി അതിന് ഇഷ്ടമാണെങ്കിൽ എവിടെ പൊക്കോട്ടെ, അത് വേറെ കാര്യം. നമ്മളതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അതിന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് എതിർക്കുന്ന ആളുകളെ ഇതേപോലെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥ റേപ്പിൻ്റെ അറ്റംപ്റ്റ്. അത് നോക്കണം. അയാൾക്കെതിരെ ശരിയായ നടപടി വേണം. ഏതായാലും സ്വാമി അകത്തായിട്ടുണ്ട്. ഉടനെ ഒന്നും പുറത്തിറങ്ങാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതല്ല.